ഹായ് ഫ്രണ്ട്സ്, UP വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ചെറിയ ഡിസൈനാണ് ഇവിടെ വരയ്ക്കുന്നത്. ഏകദേശം നമ്മൾ ചെയ്യുന്ന പലകയുടെ ഒരു കാൽ ഭാഗമാണ് നമ്മൾ ഡിസൈൻ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടും വരയ്ക്കേണ്ട ഈ ഡിസൈൻ നമ്മൾ തിരിച്ചും മറിച്ചും വെച്ചാണ് ഈ വർക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മളിതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം വരച്ചാൽ മതി. ബാക്കി നമുക്ക് കാർബൺ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ വെക്കുമ്പോൾ ആ ഒരു ഡിസൈൻ കിട്ടും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലുള്ള ഡിസൈനുകൾ നമ്മൾ പാർട്ടായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിസൈന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഓരോ പാർട്സായിട്ട് ഞാൻ വരച്ച് കാണിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാകുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ സാധാരണ വീടുകൾക്കൊക്കെയുള്ള ഡോറുകളുടെ വർക്കാണ്. ഇങ്ങനത്തെയുള്ള ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്ന വർക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊക്കെ ഇനി അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും വരും വീഡിയോകളിലൊക്കെ അത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചർച്ച് പള്ളിയുടെയൊക്കെ ആണെങ്കിലും അതിനൊരു വ്യത്യസ്തമായ വർക്കുകളാണ് അതിനുമൊക്കെ വരുന്നത്. അതൊക്കെ ഇനി നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഇപ്പം ഞാനിപ്പം കുറച്ച് വീഡിയോ ആയിട്ട് നമ്മുടെ വീടിനൊക്കെ വെക്കുന്ന ഡോറുകളുടെയൊക്കെ ഡിസൈനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് ബാക്കിയൊക്കെ പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ചെയ്യുന്നുള്ള ഉളികളൊക്കെ ചോദിച്ച് കുറേ കൂട്ടുകാർ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ഇച്ചിരി ഡിലേ ആയിട്ട് നിൽക്കുന്നത്. ഉടനെ തന്നെ ആ ഉളികളെല്ലാം ഈ കുത്തുപണി ചെയ്യുന്ന ഉളികളൊക്കെ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ആ ഡിസൈൻ തടിയുടെ 4 ഭാഗമായിട്ട് തിരിച്ചതിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ വരയ്ക്കുന്നത്. അതായത് കാർബൺ വെച്ച് വരച്ച് എടുക്കുകയാണ്. അത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് വെച്ച് മേളുവശത്തും താഴെ എല്ലാമായിട്ട് നമുക്കത് വരയ്ക്കാം. നമ്മളിപ്പോൾ അതിൻ്റെ 4 ഭാഗത്തും ഈ ഒരു പോർഷൻ നമ്മൾ വരച്ച് 4 ഭാഗത്തും വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ളൊരു ഡിസൈൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും വരയ്ക്കാൻ പോകേണ്ട, ഇതുപോലത്തെ ഒരു ഭാഗം മാത്രം വരച്ചിട്ട് കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലത്തെ ഒരു ഡിസൈൻ കിട്ടും. ഇനി നമുക്കിത് എങ്ങനെ പണിതെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ.